ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന രീതിയിലുള്ളൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമുക്ക് ബീഫിലും മട്ടണിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, ചിക്കനിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ബീഫ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയുള്ളി, വെളുത്തുള്ളിയും ഇഞ്ചിയും 150 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വലിയ തക്കാളിയും ഒരു 8 സവാള എടുത്തിട്ടുണ്ട്. അത് വലുതും ചെറുതുമായിട്ടുള്ളതുകൊണ്ടാണ്. വലിയ സവാള ആണെങ്കിൽ ഒരു 6 എടുത്താൽ മതി. സവാള കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെക്കാം. ഇനി നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് 1.5 കിലോ റൈസിന് ഇടുന്നത്. നമുക്ക് ഒന്നര കിലോയ്ക്ക് 1.5 ബീഫും ഇടാം കേട്ടോ. അപ്പോൾ എല്ലോട് കൂടിയുള്ള ബീഫ് ഇടാൻ നോക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയും കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും, ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 3 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും അങ്ങനെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് വേവ് മാറ്റം വരും കേട്ടോ. ഇനി നമുക്ക് അരി ഞാനിവിടെ ഒരു 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 1.5 കിലോ വരുമ്പോൾ 6 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബിരിയാണി പോട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 250 ml സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബിരിയാണി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, പിന്നെ സ്റ്റാർ അനൈസ്, പിന്നെ കറുത്ത ഏലക്കയില്ലേ അതും, പിന്നെ ബേ ലീഫ് വേണം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ. ബേ ലീഫ് 2 വലിയ ബേ ലീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സവാള ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കാരമലൈസ് ആയിട്ട് ചെറിയൊരു മധുരം വരും ഈ സവാളയിൽ നിന്ന്. അത് ഈ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതിനായിട്ടാണ് നമ്മൾ ആ ഒരു നിറമാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വഴറ്റാം. പിന്നെ അതിന് ശേഷം കുറച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ചെറിയ കളർ ചേഞ്ച് ആവുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കാരണം ചെറിയുള്ളിയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായുള്ളത് തന്നെ കുറച്ച് ഇതുപോലെ വഴന്ന് വരാൻ സമയമെടുക്കും. അപ്പോൾ ഈ സവോള പകുതി വഴന്ന് വരുന്ന സമയത്ത് ചെറിയുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിയും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആ രീതിയിൽ വെച്ചിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഇവിടെ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ എരിവ് കറക്റ്റായിരുന്നു എനിക്ക്. അപ്പോൾ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അത് ചതച്ചിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ബിരിയാണിക്ക് സാധാരണ ഞാൻ ഒരു ചതച്ചിട്ട് ഒരു നല്ല പേസ്റ്റ് അരക്കില്ല ബിരിയാണിക്ക്. ഈ ബിരിയാണിക്ക് കുറച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല, അടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ വേറെ നമ്മുടെ ബിരിയാണി ചട്ടിയല്ലേ നോർമലായിട്ടുള്ള അലുമിനിയം ചട്ടി ഉപയോഗിക്കുമ്പോൾ അല്ലേ, അലുമിനിയം സ്റ്റീലൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിപിടിക്കും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ കൈവിടാതെ ഒന്ന് ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ല പച്ചമണം പോകണം. അപ്പോഴായിരിക്കും, അല്ലെങ്കിൽ ബിരിയാണിയിൽ കുത്തലുണ്ടാകും. ഇതിൻ്റെ കുത്തൽ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മല്ലിയിലയും പുതിനയും കൂടി ഒന്ന് ചതച്ച് വയ്ക്കണം ആ സമയം കൊണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി മൂത്ത് ഇതുപോലെ എണ്ണ പിരിഞ്ഞ് വരും. ആ സമയം നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1.5 ടീസ്പൂണോളം
നമ്മുടെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എരിവ് കൂടുതൽ കുറവോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അതുപോലെ പൊടികൾ അതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. ഈ പൊടികളെല്ലാം മൂത്ത് വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ തക്കാളിയും കൂടി ഒന്ന് പേസ്റ്റാക്കി വെക്കുകയാണ്. തക്കാളിയും അതുപോലെ മല്ലിയിലയും പുതിനയും എല്ലാം നേരത്തെ ഇതുപോലെ പേസ്റ്റാക്കി വെക്കരുത്. അതിൻ്റെ കളർ ചേഞ്ച് ആകും. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വന്നത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർത്തുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഈ അരച്ച് ചേർത്തുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഫ്ലേവർ ഈ ബിരിയാണിയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നല്ലൊരു മണവും രുചിയും ഉണ്ടാകും കേട്ടോ ബിരിയാണി. ഇപ്പോൾ ഇനി നമുക്ക് തക്കാളി അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി തക്കാളി നന്നായിട്ട് വെന്ത് ഈ തക്കാളിയുടെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം പോകണം. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതുപോലെ പച്ചമണം എല്ലാം പോയി ഈ മേലെ എണ്ണ തെളിഞ്ഞ് വരും. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി നന്നായി വെന്ത് തക്കാളി പേസ്റ്റെല്ലാം നന്നായി വെന്ത് എണ്ണ മേലെ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഏകദേശം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒന്ന് ആ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം പോകണം. അതിനാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ബിരിയാണി കേടും വരില്ല പെട്ടെന്ന്. പിന്നെ ഞാനിവിടെ 1 കപ്പ് തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. പുളിയില്ലാത്ത തൈരാണ്, കട്ട തൈരാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 കപ്പ് പറയുമ്പോൾ ഒരു 250 ml ആ ഒരു അളവിലെടുത്തിട്ടുണ്ട്. പുളിപ്പുള്ളതാണെങ്കിൽ എത്ര ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ നാരങ്ങയാണെങ്കിൽ 1 വലിയ നാരങ്ങ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഉപ്പും പുളിപ്പും എരിവെല്ലാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇനി ഉപ്പ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ടാക്കിയിട്ടുള്ളത്. നമുക്ക് സാധാരണ ബീഫ് ബിരിയാണിക്ക് എടുക്കണ ആ ഒരു കട്ടുണ്ടല്ലോ, ആ ഒരു അളവിലും നമുക്ക് ബീഫ് എടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോഴേ ബീഫിൽ മസാലയെല്ലാം പെട്ടെന്ന് പിടിച്ചിട്ട് നന്നായി ടേസ്റ്റ് ആയിട്ടുണ്ടാകും. പിന്നെ കുട്ടികൾ ഉള്ളവർക്കറിയാം, അവർ ചിലപ്പോൾ വലിയ പീസൊന്നും കഴിക്കില്ല. ഇനി ചെറിയ പീസാകുമ്പോൾ എളുപ്പം കഴിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്കാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഫിലേക്ക് ആ മസാല പിടിക്കാനായിട്ടാണ് നമ്മളിതുപോലെ ചെയ്യണത്. ഇപ്പോൾ ബീഫെല്ലാം മസാലയിൽ കിടന്ന് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 9 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ ബീഫിന് നമ്മൾ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ അതേ കുക്കറിൽ തന്നെ വെള്ളം ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ബാക്കി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് തിളച്ച ശേഷം നമുക്കിതിലേക്ക് ഉപ്പൊക്കെ മതിയോ ഒന്ന് നോക്കാം. അപ്പോൾ ഉപ്പും പുളിപ്പൊക്കെ നോക്കിയിട്ട് പുളിപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ബിരിയാണിയിൽ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഫ്ലെയിം വന്നിട്ട് നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബിരിയാണി അരി വന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ കുതിർത്ത ശേഷം പിന്നെ അത് വെള്ളം ഊറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് അരി നന്നായിട്ടൊന്ന്
ഇളക്കി കൊടുക്കാം. അരി എല്ലാ ഭാഗവും ഒരേപോലെ വേവാനായിട്ടാണ്. അതുപോലെ ഒരുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാം. അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ലിഡിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ആവി വരും. അപ്പോൾ ആ സമയം നമുക്കിതൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5-10 മിനിറ്റും കൂടി വെക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി കുക്കാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വെള്ളം വറ്റിപ്പോകും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഏകദേശം അരി ഒരു 3/4% വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിലിടാം. ഇപ്പം നമുക്ക് ബിരിയാണിക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ വെള്ളം കുറവാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ എപ്പോഴും വെള്ളം തിളപ്പിച്ച് വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ദമ്മിട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചോറെല്ലാം ഒരുപോലെ ആക്കിയ ശേഷം മേലെ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ദമ്മ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഒരു ദോശക്കല്ലെടുത്തിട്ട് അടിയിൽ വെച്ചിട്ട് മേലെ ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ആവി പോകാത്ത പോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. മൊത്തം 20 മിനിറ്റ്സ് നമ്മൾ ദം ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തുറന്നാൽ മതി. ഫ്ലെയിം ഓഫ് ആക്കുക. അതിനുശേഷം പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോഴായിരിക്കും നന്നായിട്ട് ദമ്മായിട്ട് കിട്ടുക. ഇപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. റൈസെല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതുപോലെ ഒന്നിനും ഒട്ടാണ്ട് കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ബിരിയാണീൻ്റെ ഒപ്പം എഗ്ഗും കച്ചമ്പറും പുതിന ചമ്മന്തി കേസരി മധുരത്തിനായിട്ട് കേസരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതുപോലത്തെ ബിരിയാണി ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ മഴ സമയത്ത് നല്ല ചൂട് ഇതുപോലത്തെ ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.